നമസ്കാരം. ജീവിത പ്രശ്നങ്ങൾ നേരിടുന്നവരും ക്ഷേത്രത്തിൽ പോകാൻ കഴിയാത്തവരും മറ്റ് മതസ്ഥരായിട്ടുള്ളവരും നിങ്ങളുടെ പേരും നാളും ഞങ്ങളുടെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തിയാൽ ഞങ്ങളുടെ പ്രാർത്ഥനാവേളയിൽ അതുകൂടി ഉൾപ്പെടുത്തുന്നതായിരിക്കും. അതുപോലെ തന്നെ ജാതക പരിശോധന ആവശ്യമുള്ളവർ താഴെ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ മെസ്സേജായി അയയ്ക്കുക, നേരിട്ട് വിളിക്കാതിരിക്കുക. അതുപോലെ ജാതക പരിശോധന നടത്തി ഭാഗ്യദായകമായ യന്ത്രങ്ങൾ നിർദ്ദേശിക്കുന്നു. ഭാഗ്യത്തിനും നേട്ടങ്ങൾക്കും സർവവശങ്ങൾക്കുമായി സുദർശന യന്ത്രം, ത്രിപുരസുന്ദരി യന്ത്രം, ധനവരവിനായി ധനലക്ഷ്മി യന്ത്രം, അതുപോലെ തന്നെ വിവാഹ തടസ്സങ്ങളുണ്ടായാൽ അത് മാറുന്നതിനായി സ്വയംവര യന്ത്രം, രാഹുകേതു തടസ്സങ്ങൾ മാറുന്നതിനായിട്ട് അല്ലെങ്കിൽ രാഹുകേതു ദോഷങ്ങൾ മാറുന്നതിനായിട്ട് രാഹുകേതു യന്ത്രം, നവഗ്രഹങ്ങൾ ശക്തി പ്രാപിക്കുന്നതിനായിട്ട് നവഗ്രഹ യന്ത്രം തുടങ്ങി നിങ്ങൾക്ക് അനുയോജ്യമായിട്ടുള്ളതും നിങ്ങളുടെ ഭാവിയും അതുപോലെ തന്നെ ജീവിതവും സംരക്ഷിക്കുന്നതിനായിട്ടുള്ളതുമായ യന്ത്രങ്ങൾ കൃത്യമായും തയ്യാർ ചെയ്ത് നൽകുകയും ചെയ്യുന്നു. യന്ത്രം ആവശ്യമുള്ളവർ ബന്ധപ്പെടുക. നമസ്കാരം. സുദർശന TV ചാനലിലേക്ക് സ്വാഗതം. ഓം ഗജാനനം ഭൂതഗണാതിസേവിതം കവിധ്വജം ഭുവലസാരഭക്ഷിതം ഉമാസുതം ശോകവിനാശകാരണം നമാമി വിഘ്നേശ്വരപാദപങ്കജം. ഓം നമാമി വിഘ്നേശ്വരപാദപങ്കജം. ഒരിക്കൽ കൂടി ഏവർക്കും സ്വാഗതം. 2026 ജൂൺ മാസം 16 സംജാതമാകുന്ന ബുധാദിത്യ രാജയോഗത്തെക്കുറിച്ചാണ് പറയുന്നത്. ഗൃഹങ്ങളിൽ രാജാവ് ആദിത്യനാണ്. അതുപോലെ തന്നെ വിദ്യാഭ്യാസ ഭാഗ്യകാരകനായിരിക്കുന്ന ബുധൻ. രണ്ടും സൗഭാഗ്യങ്ങളുടേതായിരിക്കുന്ന ഗ്രഹങ്ങളാണ്. ദോഷങ്ങളുമുണ്ട്. എന്നിരുന്നാലും കൂടുതൽ ഭാഗ്യദായകമായ അനുഗ്രഹമാണ് ആദിത്യനും ബുധനും നമുക്ക് നൽകുന്നത്. ബുധൻ്റെയും ആദിത്യൻ്റെയും സംയോഗമാണ് മിഥുനം രാശിയിൽ നടക്കാൻ പോകുന്നത്. മിഥുനം രാശിയിൽ ബുധനും ആദിത്യനും സംയോജിക്കുന്നതിൻ്റെ അടിസ്ഥാനത്തിലുണ്ടാകുന്ന ബുധാദിത്യ രാജയോഗം ഭാഗ്യദായകമായ ഒട്ടനവധി അനുഭവങ്ങളാണ് നമുക്ക് നൽകുന്നത്. സാമ്പത്തിക വളർച്ചയ്ക്കും കരിയറിലെ മാറ്റത്തിനും ഭാഗ്യത്തിനും ഒക്കെ നിദാനമായിരിക്കുന്ന ഒരു വ്യവസ്ഥിതി വിധി പോലെ സമ്മാനിക്കുന്ന അനുഗ്രഹീതമായ ഒരു സംയോഗമാണ് ബുധൻ്റെയും ആദിത്യൻ്റെയും സംയോഗം. അത് മിഥുനം രാശിയിൽ നടക്കുക എന്ന് പറയുന്നത് ഭാഗ്യദായകമായിരിക്കുന്ന അനുഭവത്തിന് വളരെ കൂടുതൽ ആക്കം നൽകുമെന്നുള്ളതാണ്. പുതിയ ബിസിനസ് കരാറുകളിൽ ഏർപ്പെടാൻ, പുതിയ ജോലിയിൽ ഏർപ്പെടാൻ, അതുപോലെ തന്നെ വിദേശ രാജ്യങ്ങളിലേക്ക് പോകുന്നതിനും അവിടെ തൊഴിൽപരമായിരിക്കുന്ന പുരോഗമനമൊക്കെ നടക്കുന്നതിനും സാധാരണമായിട്ട് വലിയ അനുഗ്രഹം നേടുന്ന വളരെ മനോഹരം എന്ന് സൂചിപ്പിക്കുവാൻ കഴിയുന്ന, വളരെ അനുഗ്രഹദായകത്വം എന്ന് സൂചിപ്പിക്കുവാൻ കഴിയുന്ന ബുധൻ്റെയും അതുപോലെ തന്നെ ആദിത്യൻ്റെയും സംയോഗം ചില രാശിക്കാർക്ക് തീർച്ചയായിട്ടും അത് ഭാഗ്യദായകമായ വലിയ അനുഗ്രഹമായി മാറുകയാണ്. അതുപോലെ തന്നെ ബുധാദിത്യ രാജയോഗം ചില നക്ഷത്രക്കാരിൽ ചിന്തയുടെയും അതുപോലെ തന്നെ തിരിച്ചറിവിൻ്റെയും ഒക്കെ വലിയ ഗുണം ഉണ്ടാക്കിയെടുക്കുന്നതിന് കാരണമാകും. വിദ്യാർത്ഥികൾക്കൊക്കെ പ്രധാനമായ തീരുമാനങ്ങൾ കണ്ടെത്തുന്നതിനും വിദ്യാഭ്യാസ പുരോഗമനത്തിനായിട്ടുള്ള ഒരുപാട് പ്രധാന വഴികൾ തിരിച്ചറിയുന്നതിനും കാരണമാകുന്ന അനുഗ്രഹമാണ് ബുധാദിത്യ രാജയോഗത്തിലൂടെ വന്നു ചേരുന്നത്. അതുപോലെ തന്നെ അപ്രതീക്ഷിതമായ ധനലാഭത്തിനും ഭാഗ്യവർദ്ധനവിനുമൊക്കെ കാരണമാകുന്ന സംയോഗമാണ് ബുധൻ്റെയും ആദിത്യൻ്റെയും. ഞാൻ നേരത്തെ തന്നെ പറഞ്ഞു, സൂര്യൻ എന്ന് പറയുന്നത് അല്ലെങ്കിൽ ആദിത്യൻ അഥവാ രവി എന്ന് പറയുന്നത് ഗ്രഹരാജാവായിട്ട് തന്നെയാണ് നിലനിൽക്കുന്നത്.
തീർച്ചയായിട്ടും ആ സൂര്യൻ്റേതായിരിക്കുന്ന അനുഗ്രഹം, അതുപോലെ തന്നെ വിദ്യാഭ്യാസത്തിൻ്റെയും ഭാഗ്യത്തിൻ്റെയും ഒക്കെ അധിപനായി നിൽക്കുന്ന ബുധഗ്രഹത്തിൻ്റെയും സംയോഗം എന്ന് പറയുന്നത് ഉദ്ദേശിക്കുന്നതിനും അപ്പുറത്തേക്ക് ഭാഗ്യദായകമായ ധാരാളം അനുഭവങ്ങൾ നൽകുന്നതിന് കാരണമാകും. അതുപോലെ തന്നെ ബുധാദിത്യ രാജയോഗത്തിൽ ഭാഗ്യത്തിൻ്റേതായിരിക്കുന്ന വ്യവസ്ഥകൾ കൂടുതൽ ലഭിക്കുന്നതിനായിട്ട് പച്ച വസ്ത്രങ്ങൾ ദാനം ചെയ്യുന്നത് വലിയ കാരണമാണ്. ഭാഗ്യം വർദ്ധിക്കുന്നതിന് വലിയ കാരണമായിട്ട് പച്ച വസ്ത്രങ്ങളുടെ ദാനം നമുക്ക് അനുഭവപ്പെടും. അതുപോലെ തന്നെ കൃത്യമായ പ്ലാനിങ്ങോടുകൂടി മുന്നോട്ട് പോകുന്നതിനായിട്ട് കഴിയും എന്നുള്ളതാണ്. ഭാഗ്യദായകത്വം നിറഞ്ഞു നിൽക്കുന്ന രാശിക്കാർക്ക് പൊതുവിൽ എല്ലാ കാര്യങ്ങൾക്കും ഒരു പ്രത്യേക പ്ലാനിംഗ് ഉണ്ടാവും. ആ പ്ലാനിങ് വിജയത്തിൻ്റേതായിരിക്കുന്ന ഭാഗമായി മാറുക തന്നെ ചെയ്യുമെന്നുള്ളതാണ്. അതിൽ ആദ്യത്തെ രാശി കന്നിരാശിയാണ്. ഉത്രം മുക്കാൽ അത്തം ചിത്തിര പകുതി ചേരുന്ന കന്നിരാശി. കന്നിരാശിക്കാരെ സംബന്ധിച്ചിടത്തോളം അപ്രതീക്ഷിതമായ ധനലാഭം തീർച്ചയായും ഉണ്ടാകും, അതിന് മാറ്റമില്ല. ലോട്ടറി പോലെയൊക്കെയുള്ള ഭാഗ്യധനം, അതുപോലെ ചിട്ടി, ലേലം തുടങ്ങിയവയിലൂടെയൊക്കെ ഭാഗ്യമായ ധനം വന്നു ചേരാനുള്ള അവസരം ബുധാദിത്യ രാജയോഗത്തിലൂടെ കന്നി രാശി നക്ഷത്ര ജാതർക്കുണ്ട് എന്നുള്ളതാണ്. അതുപോലെ തന്നെ കലാ, കായിക, സാംസ്കാരിക, സാമൂഹിക, രാഷ്ട്രീയ മേഖലകളിലെ നേതൃത്വ സ്ഥാനത്തേക്കും ഉന്നത സ്ഥാനങ്ങളിലേക്കും തിരഞ്ഞെടുക്കപ്പെടുന്നതിന് ഭാഗ്യം വന്നുചേരുന്ന രാശിക്കാരാണ് കന്നി രാശിക്കാരായ നക്ഷത്ര ജാതർ. അതുപോലെ തന്നെ മുടങ്ങിക്കിടന്ന പല പദ്ധതികളും അവരിലേക്ക് വിജയകരമായി പൂർത്തീകരിക്കുന്നതിന് കഴിയുന്ന അവസരം ഒരുങ്ങുക തന്നെ ചെയ്യും. അതുപോലെ തന്നെ ജീവിതത്തിൽ ചില പ്രധാനപ്പെട്ട രേഖകളിലൊക്കെ ഒപ്പിടാനുള്ള ഭാഗ്യം ബുധാദിത്യ രാജയോഗത്തിലൂടെ കന്നി രാശിക്കാർക്ക് വന്ന് ഭവിക്കുക തന്നെ ചെയ്യും. ജീവിതത്തിൻ്റെ സമൃദ്ധിദായകമായ വഴിയിലൂടെ സഞ്ചരിക്കാൻ കന്നി രാശിക്കാരായ നക്ഷത്ര ജാതർക്ക് ഭാഗ്യമുദിക്കുന്ന ദിവസമാണ് ജൂൺ 16 എന്ന് പറയുന്നത്. ഇന്നു മുതൽ അങ്ങോട്ട് ഏകദേശം ഒരു 90 ദിവസത്തിനകം ഭാഗ്യദായകമായ ധാരാളം അനുഗ്രഹങ്ങളും അനുഭവങ്ങളും കന്നിരാശി നക്ഷത്രക്കാർക്ക് വന്നു ചേരും. അടുത്തത് മിഥുനം രാശിയാണ്. മകയിരം പകുതി, തിരുവാതിര, പുണർദം മുക്കാൽ ചേരുന്ന മിഥുനം രാശി. മിഥുനം രാശി നക്ഷത്രജാതർക്ക് പൊതുവിൽ ബുധാദിത്യ രാജയോഗം വലിയ ഭാഗ്യാനുഭവങ്ങളാണ് നൽകുന്നത്. തൊടുന്നതെന്തും ഭാഗ്യത്തിൻ്റേതായിരിക്കുന്ന വ്യവസ്ഥയിൽ അവരോട് ചേർന്നു നിൽക്കുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ പോകുന്നത്. ഭാഗ്യദായകമായ ധാരാളം അനുഭവങ്ങൾ മിഥുനം രാശി നക്ഷത്ര ജാതർക്ക് വന്നു ചേരുമെന്നുള്ളത് എടുത്തു പറയേണ്ടുന്ന കാര്യമാണ്. അപ്രതീക്ഷിതമായ അംഗീകാരങ്ങൾക്കും ധനലാഭത്തിനും കാരണമാകാം. അതുപോലെ തന്നെ വിദ്യാഭ്യാസ കാര്യങ്ങളിൽ വളരെയധികം പുരോഗതി വന്നു ചേരുന്ന കാലമാണ് വരാൻ പോകുന്നത്. അലസരായി എന്നു നാം കരുതപ്പെടുന്ന വിദ്യാർത്ഥികൾക്ക് പോലും അലസത മാറി തീവ്രമായ വിദ്യാഭ്യാസത്തോടുള്ള ഇഷ്ടം, അതിനനുസരിച്ച് വിദ്യാഭ്യാസ പുരോഗതിയിലേക്ക് വന്നു ചേരുന്നതുമൊക്കെ നമുക്ക് ദർശിക്കാൻ കഴിയും. അതുപോലെ തന്നെ ചിന്താശേഷിയും ആശയവിനിമയ ശേഷിയും വർദ്ധിക്കുന്ന സമയമാണ്. കാര്യങ്ങൾ എന്തു തന്നെയായാലും ചിന്തിച്ച് പ്രവർത്തിക്കുന്ന വളരെ അനുഭവവേദ്യമാകുന്ന ഒരു സാഹചര്യമാണ് നിങ്ങളിലേക്ക് വരാൻ പോകുന്നത്. അതുപോലെ തന്നെ പ്രണയ സാധ്യത നന്നായി നിലനിൽക്കുന്ന രാശിയാണ് മിഥുനം രാശി. മിഥുനം രാശി നക്ഷത്ര ജാതർക്ക് പ്രണയം സഫലീകരിക്കുന്ന, അല്ലെങ്കിൽ പൂർണ്ണമായും അതിന് യോജിക്കുവാൻ കഴിയുന്ന തരത്തിലുള്ള തീരുമാനങ്ങൾ കുടുംബങ്ങളിൽ നിന്ന് ഉണ്ടാകും എന്നുള്ളതാണ് പറയാനുള്ളത്. വിജയകരമായ തരത്തിൽ പ്രണയം ആ ജീവിതത്തിൻ്റെ ഒരു ഭാഗമായി മാറുക തന്നെ ചെയ്യുമെന്നുള്ളത് എടുത്തു പറയേണ്ടുന്ന കാര്യമാണ്. അതുപോലെ തന്നെ മിഥുനം രാശി നക്ഷത്ര ജാതർക്ക് ലോട്ടറി പോലെയുള്ള വലിയ ഭാഗ്യങ്ങൾക്കും അവസരമുണ്ടാകുന്നു. വളരെ ദുഃഖത്തിൽ കഴിയുന്ന സമയത്തായിരിക്കും സാമ്പത്തിക ഭാഗ്യം ഇവരെ അനുഗ്രഹിക്കാൻ എത്തുന്നത്. വളരെ സന്തോഷകരമായ 90 ദിവസങ്ങളാണ് ഇവരിലേക്ക് വരാൻ പോകുന്നത്.
ബുധാദിത്യ രാജയോഗം നന്നായി തന്നെ അനുഗ്രഹിക്കുന്ന രാശിയാണ് മിഥുനം രാശി. അതുപോലെ തന്നെ ക്ലേശകരമായ പല കാര്യങ്ങളും, അതായത് ബുദ്ധിമുട്ടാർന്ന പല കാര്യങ്ങളും മാറി വളരെ സന്തോഷകരമായിരിക്കുന്ന ജീവിതത്തിലേക്ക് എത്തുന്നതിനായിട്ടുള്ള അനുഗ്രഹവും മിഥുനം രാശി നക്ഷത്ര ജാതർക്കുണ്ട് എന്നുള്ളതാണ്. അടുത്തത് ചിങ്ങം രാശിയാണ്. മകം, പൂരം, ഉത്തരം കാൽ ചേരുന്ന ചിങ്ങം രാശി. ബുധാദിത്യ രാജയോഗം ചിങ്ങം രാശിക്കാർക്കും വളരെ സമൃദ്ധിദായകമായ അനുഗ്രഹമാണ് നൽകുന്നത്. വിചാരിച്ചിരിക്കാത്ത തരത്തിൽ വളർന്നു പോകുന്നതിന് സാമ്പത്തികമായി തന്നെ കാരണമാകുന്ന സമയമാണിത്. അതായത് ജീവിതത്തിൽ ചില ഭാഗ്യങ്ങളൊക്കെ തുടക്കം കുറിക്കുന്നതിൻ്റെ സമയം കൂടിയിട്ടാണ്. വിദ്യാഭ്യാസപരമായിട്ടും അതുപോലെ തന്നെ തൊഴിൽപരമായിട്ടും വിദേശ രാജ്യങ്ങളിലേക്ക് പോകുന്നതിനായിട്ടുള്ള അനുഗ്രഹങ്ങളായിട്ടുമൊക്കെ വിധിപരമായി വളർച്ചയുണ്ടാകുന്നൊരു സമയം പറയാതിരിക്കാൻ നിർവാഹമില്ല. ചിങ്ങം രാശി നക്ഷത്ര ജാതർക്ക് സൗഭാഗ്യങ്ങളുടെ ഒരു വലിയ നേട്ടകാലമാണ് ഈ ബുധാദിത്യ രാജയോഗം എന്ന് പറയേണ്ടി വരുന്നു. അതുപോലെ തന്നെ വളരെ ഭാഗ്യദായകമായ ഔദ്യോഗിക രേഖകളിൽ ഒപ്പിടാനുള്ള ഭാഗ്യം, അതുപോലെ തന്നെ യാത്രകൾ, ഭാഗ്യദായകമായ ധാരാളം യാത്രകൾ ചെയ്യാനുള്ള അവസരം, വിദ്യാഭ്യാസപരമായ നേട്ടം, തൊഴിൽപരമായ നേട്ടം തുടങ്ങിയവയ്ക്കെല്ലാം കാരണമാകുന്ന സമയമാണ് ബുധാദിത്യ രാജയോഗത്തിലൂടെ ചിങ്ങം നക്ഷത്ര ജാതർക്ക് വന്നു ചേരുന്നത്. ലോട്ടറി പോലെയുള്ള വലിയ ധനഭാഗ്യങ്ങളും ചിങ്ങം രാശിക്കാർക്ക് വരുന്നുണ്ട്. അടുത്തത് തുലാം രാശിയാണ്. ചിത്തിര പകുതി, ചോതി, വിശാഖം മുക്കാൽ ചേരുന്ന തുലാം രാശി. തുലാം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ബുധാദിത്യ രാജയോഗം ഭാഗ്യദായകമായ ധാരാളം അനുഭവങ്ങൾക്ക് വഴി തുറക്കുന്ന സന്ദർഭമാണ്. ശ്രീകൃഷ്ണ സ്വാമി ക്ഷേത്ര തിരുസന്നിധിയിലൊക്കെ പോയി ഭഗവാന് തൃക്കൈവെണ്ണയൊക്കെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന തുലാം രാശി നക്ഷത്ര ജാതർക്ക് വിദ്യാഭ്യാസപരമായ ഉയർച്ച, ഭാഗ്യദായകമായ ഉയർച്ച തുടങ്ങിയവയുണ്ടാകുമെന്നുള്ളതാണ്. അതുപോലെ തന്നെ സംഘടനാ പാഠവും നേതൃത്വ പാഠവും തുലാം രാശി നക്ഷത്ര ജാതർക്ക് വളരെ കൂടുതലായിട്ട് കാണപ്പെടും. ജീവിതത്തിൻ്റെ ഒരു വസന്തകാലം എന്ന് വേണമെങ്കിൽ ഈ 10-90 ദിവസങ്ങൾക്കായിട്ട് വന്നു ചേരുന്നത് പറയേണ്ടി വരുന്നു. തുലാം രാശിക്കാരുടെ ജീവിത വസന്തകാലം തന്നെയാണ് ഈ 90 ദിവസങ്ങളിലായിട്ട് വരാൻ പോകുന്നത്. ജൂൺ മാസം 16 തുടങ്ങുന്ന വളരെ ഭാഗ്യദായകമായിരിക്കുന്ന ബുധാദിത്യ രാജയോഗത്തിലൂടെ തുലാം രാശി നക്ഷത്ര ജാതർ ജീവിതത്തിൻ്റെ ഏറ്റവും നല്ല സമയങ്ങളിൽ എത്തിച്ചേരാൻ പോവുകയാണ്. കടബാധ്യതകളൊക്കെ തീരുന്ന തരത്തിൽ സാമ്പത്തിക മേന്മ ഉണ്ടാവുക തന്നെ ചെയ്യും. ലോട്ടറി പോലെ അത് നമ്മുടെ നാട്ടിലെ ലോട്ടറി ആണെങ്കിലും വിദേശ ലോട്ടറി ആണെങ്കിലും ഒക്കെ തന്നെ ഭാഗ്യദായകമായ ധാരാളം അനുഭവം ഉണ്ടാക്കിയെടുക്കുന്ന തരത്തിലേക്ക് തുലാം രാശി നക്ഷത്ര ജാതർ എത്തുക തന്നെ ചെയ്യും. കണ്ണുനീരിൽ കുതിർന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്ന അവർക്ക് ഈ 90 ദിവസങ്ങൾക്ക് വരാൻ പോകുന്നത് ഭാഗ്യദായകമായ, എപ്പോഴും പുഞ്ചിരിച്ചുകൊണ്ട് നടക്കാൻ കഴിയുന്ന തരത്തിലുള്ളൊരു ജീവിത പശ്ചാത്തലമായിരിക്കും. അതുപോലെ തന്നെ കലാ, കായിക, രാഷ്ട്രീയ, സാമൂഹിക, സാംസ്കാരിക മേഖലകളിലൊക്കെ ജോലി ചെയ്യുന്ന, പ്രവർത്തിക്കുന്ന ആളുകൾക്ക് വളരെ വളരെ ഭാഗ്യദായകവും നേതൃത്വപരമായിട്ടുള്ള വ്യവസ്ഥകളും വന്നു ചേരും. അതുപോലെ തന്നെ വിവാഹ തടസ്സം നിന്നിരുന്ന തുലാം രാശി നക്ഷത്ര ജാതർക്ക് ആ തടസ്സങ്ങളൊക്കെ മാറി വിവാഹ മംഗളകർമ്മത്തിൽ ഏർപ്പെടുന്നതിനായിട്ടുള്ള ഭാഗ്യവും വന്നു ചേരും. അതുപോലെ തന്നെ ഗൃഹഭാഗ്യം, വാഹനഭാഗ്യം, തൊഴിൽ ഭാഗ്യം തുടങ്ങി ധാരാളം ഭാഗ്യങ്ങൾ 2026 ജൂൺ മാസം 16 തുടങ്ങുന്ന ബുധാദിത്യ രാജയോഗത്തിലൂടെ ഇവരെ അനുഗ്രഹിക്കുക തന്നെ ചെയ്യും. അതുപോലെ തന്നെ മാതൃ സ്വത്ത് ഇവരുടെ അധീനതയിലേക്ക് വന്നു ചേരുന്നതിനായിട്ടുള്ള ഭാഗ്യവും കാണുന്നുണ്ട്. അടുത്തത് ധനുരാശിയാണ്. മൂലം, പൂരാടം, ഉത്രാടം കാൽ ചേരുന്ന ധനുരാശി. ധനുരാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ബുധാദിത്യ രാജയോഗം വിചാരിക്കുന്നതിനേക്കാൾ കൂടുതൽ അനുഗ്രഹം നൽകുന്ന സമയമാണ്. കച്ചവടങ്ങളിൽ നിന്ന് വലിയ
ലാഭം തന്നെ ഉണ്ടാകുന്ന സമയമാണ്. അതുപോലെ തന്നെ തീർത്ഥാടനങ്ങൾ ഇവർക്ക് ഭാഗ്യമായി വന്നു ചേരും. തീർത്ഥാടന യാത്രകളിൽ ബന്ധപ്പെടുന്ന സൗഹൃദങ്ങൾ ഭാഗ്യദായകമായ സൗഹൃദങ്ങളായി മാറുക തന്നെ ചെയ്യും. ജീവിതത്തിൽ നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നതിനായിട്ടുള്ള നിർദ്ദേശങ്ങളും സാമ്പത്തിക സഹായങ്ങളുമൊക്കെ ലഭിക്കുന്ന തരത്തിൽ സൗഹൃദങ്ങൾ വന്നു ചേരുക തന്നെ ചെയ്യും. അതുപോലെ തന്നെ പ്രേമ പ്രണയ പൂർത്തീകരണങ്ങളുടേതായ ഒരു സമയമാണിതെന്നും തിരിച്ചറിയേണ്ടതാണ്. അതുപോലെ തന്നെ ധനുരാശി നക്ഷത്രജാതരായിരിക്കുന്നവരുടെ സന്താനങ്ങൾക്ക് ഉപരിപഠനത്തിനുള്ള ഭാഗ്യം പൂർണ്ണമായും തെളിഞ്ഞു നിൽക്കുന്നു. മക്കളൊക്കെ ആഗ്രഹിക്കുന്ന തരത്തിലേക്ക് വിദ്യാഭ്യാസ മേഖലയിൽ എത്തിച്ചേരുവാൻ ധനുരാശിക്കാരുടെ നക്ഷത്ര വ്യവസ്ഥകളിൽ നിന്നുണ്ടാകുന്ന ഭാഗ്യത്തിലൂടെ തന്നെ സാധിക്കും. ധനുരാശിയാണ് അമ്മയെങ്കിൽ, ധനുരാശി നക്ഷത്ര ജാതനാണ് അച്ഛനെങ്കിൽ തീർച്ചയായിട്ടും മക്കൾക്ക് വരാൻ പോകുന്ന സ്ഥാനമാനങ്ങൾ വളരെ കൂടുതലായിരിക്കും. തൊഴിൽ സാധ്യതയൊക്കെ നിറഞ്ഞു നിൽക്കുന്ന സമയമാണ് ധനു രാശിക്കാരായിരിക്കുന്നവരുടെ സന്താനങ്ങൾക്ക്. പൊതുവിൽ കുടുംബത്തിൽ വളരെ സന്തോഷം നിറഞ്ഞു നിൽക്കുന്ന അനുഭവം ഉണ്ടാവുക തന്നെ ചെയ്യും. ദാമ്പത്യപരമായിട്ട് വളരെ സന്തോഷം നിറയുന്ന അന്തരീക്ഷമാണ് ബുധാദിത്യ രാജയോഗത്തിലൂടെ ഈ രാശിക്കാർക്ക് വന്നു ചേരുന്നത്. അതുപോലെ പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ കണ്ണുകൾ, ഉദരം തുടങ്ങിയവയ്ക്ക് രോഗങ്ങൾ വരാതെ പ്രത്യേകം ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ തടസ്സപ്പെട്ട് കിടന്നിരുന്ന വസ്തു ഇടപാടുകൾ, ചില കേസുകൾ, വഴക്കുകൾ ഇവയൊക്കെ ധനുരാശി നക്ഷത്രജാതർക്ക് അനുകൂലമായി വന്നു ഭവിക്കുക തന്നെ ചെയ്യും. പിന്നെ മറ്റൊരു കാര്യം കൂടി പ്രത്യേകം എടുത്തു പറയട്ടെ, പ്രധാനമായും തർക്കങ്ങളിലൊന്നും ചെന്ന് പെടാതിരിക്കാൻ നോക്കണം. ബുധാദിത്യ രാജയോഗത്തിലൂടെ ധനധാന്യ സമ്പത്തുകൾ വർദ്ധിക്കുന്ന വളരെ സന്തോഷകരമായ നിമിഷങ്ങളാണ് ധനുരാശിക്കാരിലും വന്നു ചേരാൻ പോകുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഇപ്പറഞ്ഞ രാശിക്കാരുടെ ഭാഗ്യദാന നിമിഷങ്ങൾ വളരെ വളരെ കൂടുതലായി ഉണ്ടാകുന്നതിനായിട്ട് ഈശ്വരൻ്റേതായിരിക്കുന്ന അനുഗ്രഹ സാധ്യത വളരെ വിശേഷപ്പെട്ടതാണ്. ആയതുകൊണ്ട് തന്നെ സമയകാലങ്ങളുള്ളത് ക്ഷേത്ര ചൈതന്യങ്ങളുടെ മുൻപിൽ ചെന്ന് പ്രാർത്ഥിക്കുന്നതിനായിട്ട് ഒക്കെ കണ്ടെത്തിക്കോണം. ബുധാദിത്യ രാജയോഗത്തിലൂടെ ഈ രാശിക്കാർക്ക് വലിയ ഭാഗ്യം വന്നു ചേരട്ടെ എന്ന് ഈശ്വരനോട് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.